മരുന്നുകളൊക്കെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് അറിയാനുണ്ട്. സ്പൈനൽ നെർവിലെ നമ്മളെ പേടിപ്പിച്ച ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അത് പൂർണ്ണമായി ഒഴിഞ്ഞു. യു ക്യാൻ സേ ഇറ്റ്സ് എ ന്യൂ ലൈഫ്. ജീവിതത്തെ ശരിക്കും തിരിച്ചു പിടിച്ചു. പിന്നെ ഫിസിയോതെറപ്പി കണ്ടിന്യൂ ചെയ്യണം. ഏരിയ ഒരു 2 മാസം. എണീറ്റ് നടക്കും താൻ പഴയതുപോലെ. എന്നിട്ട് വീണ്ടും പറക്കാം, ജസ്റ്റ് ലൈക്ക് യുവർ ഫേവറേറ്റ് ഷൂമാക്കർ. മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കണം. നല്ല സ്നേഹവും സമാധാനവും. അതൊക്കെ ഹരിയുടെ കോൺഫിഡൻസ് കൂട്ടും. സി, മരുന്നുകളെ പോലെ അതിനും പ്രാധാന്യമുണ്ട്. ഓക്കെ? എനിക്കിപ്പോൾ കൺഫ്യൂഷനില്ല. ഞാനും ഇപ്പോൾ ഹരി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാം. ഞങ്ങൾക്കിടയിൽ ഇനി അസ്വസ്ഥമാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണം. ഭ്രൂണത്തിൻ്റെ വളർച്ച ശരിയായ രീതിയിലല്ല എങ്കിൽ, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഗർഭം ധരിച്ച മാതാവിനുണ്ടെങ്കിൽ, ഇത് രണ്ടും അല്ലെങ്കിൽ ഗർഭധാരണത്തിന് കാരണം ഒരു റേപ്പാണെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥയുണ്ട്. 4 മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള പ്രഗ്നൻസി ആണെങ്കിൽ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാവുന്ന ഏതെങ്കിലും പിൽസ് കഴിച്ചിട്ട്. ഇനി 8 മുതൽ 12 ആഴ്ച വരെ ആണെങ്കിൽ സർജിക്കൽ ടെർമിനേഷൻ, അതായത് ഇപ്പോൾ കണ്ട പോലെ ഒരു ക്ലീനിങ് പ്രോസസ്സ്. അങ്ങനെ പല രീതികൾ. ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയവുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അബോർഷനുകളുടെ കണക്ക്. ബട്ട് ഐ പേഴ്സണലി നോട്ട് എൻകറേജ് ആൻഡ് നെവർ ഡൺ ദിസ് ഇയർ. എനിക്ക് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാവും. ജാരൻ നിങ്ങളെ കൈവിട്ടിരിക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവ്. ഇതാണ് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്. ഇനി മറ്റെവിടെയെങ്കിലും പോയി നിങ്ങൾ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാലും ബലി കൊടുക്കേണ്ടി വരുന്നത് ഇപ്പൊ മോണിറ്ററി കണ്ട പോലെ ഒരു ജീവനല്ല, ഇരട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എത്ര രൂക്ഷമായാലും 2 ജീവനുകളെയാണ് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ചുരണ്ടിക്കളയാൻ നിങ്ങൾ ആഗ്രഹിച്ചത്. നിയമം മാത്രമല്ല, മനുഷ്യത്വയുടെ വിഷയമാണ്. ആലോചിക്കണം. എന്താ മോളേത്? ഡോക്ടർ പറഞ്ഞേക്കെ മറന്നോ? ഇതൊക്കെ മോളുടെ ശരീരത്തിന് കേടാന്ന്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട സമയല്ലേ? ഏയ്, എവിടെ പോവാ? ഈ മരുന്ന് കഴിക്ക്. അയ്യോ, എനിക്കൊന്നും വേണ്ട. അതങ്ങോട്ട് കഴിക്കുമ്പോ എന്തൊരു ചവർപ്പാണെന്നറിയോ? അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. അനുസരിക്ക്. ഒന്നുമില്ലെങ്കിലും ഞാൻ മോളുടെ അമ്മയെ പോലെയല്ലേ? അമ്മയെ പോലെയല്ലേ? അമ്മയൊന്നല്ലല്ലോ. പിന്നെ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ആന്റിയും കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട. ഈ കുട്ടിയുടെ ഒരു കാര്യം, ഇങ്ങനെ വാശി പിടിക്കാൻ പാടുണ്ടോ മോളെ? നല്ല കുട്ടിയായിട്ട് ഈ മരുന്ന് കഴിച്ചേ. ഡോക്ടറുകൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ ആ സൈറ മോളെ,
സൈറ, എന്താ ഇത്? സിഗരറ്റ്, സ്മോക്കിംഗ്. നീ ഈ പ്രായത്തിൽ ഇതും ശീലിച്ചോ? നീ ഒരു പെൺകുട്ടിയല്ലേ? എന്താ, പെൺകുട്ടികൾക്ക് ഇതൊന്നും പാടില്ലേ? സാധാരണ പെൺകുട്ടികൾ ഇതൊന്നും ചെയ്യാറില്ല. അതിന് ഞാൻ സാധാരണ പെൺകുട്ടിയാണെന്ന് ആന്റിയോട് ആര് പറഞ്ഞു? സാധാരണ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ വയറ്റിലുണ്ടാവോ? മതി, എന്തു പറഞ്ഞാലും ഒരു തർക്കത്തിന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. വെറുതെ അല്ല. സൈറ, നിന്റെ ശരീരത്തിന് എത്ര ദോഷാണെന്നറിയോ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അതൊക്കെ എഫക്റ്റ് ചെയ്യാം. നീ തിന്നുന്നത് ആ കുഞ്ഞിന്റെ ഭക്ഷണം. നീ ചിന്തിക്കുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും റിസൾട്ട് ആയിരിക്കും ആ കുഞ്ഞിന്റെ സ്വഭാവം. അപ്പൊ അതാണ് കാര്യം. എനിക്കറിയാം, സെൽഫിഷ് പീപ്പിൾ. Bastard. എനിക്ക് വെറുപ്പ് എല്ലാരോടും. All of you.